ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആസിഡുകളെ കുറിച്ചാണ്. നിത്യോപയോഗത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ്. ആദ്യമായി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്, അതുപോലെ നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതും ഓക്സാലിക് ആസിഡാണ്. ചുവന്ന ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്നതും ഓക്സാലിക് ആസിഡാണ്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നതും ഓക്സാലിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ് 4 എണ്ണത്തിലാണ്. തക്കാളിയിലും നേന്ത്രപ്പഴത്തിലും ചുവന്ന ഉള്ളിയിലും അതുപോലെ ചോക്ലേറ്റിലും അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ്. ഇത് നമുക്ക് പഠിക്കാനായിട്ട് തക്കാളിയുടെ പുളിപ്പുള്ള നേന്ത്രൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് കളറുള്ള ഓക്സാലിക് ആസിഡ്, തക്കാളിയുടെ പുളിപ്പുള്ള നേന്ത്രൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് കളറുള്ള ഓക്സാലിക് ആസിഡ്. തക്കാളിയുടെ എന്ന് പറയുമ്പോൾ തക്കാളി തന്നെയാണ്. നേന്ത്രൻ്റെ പറയുമ്പോൾ നേന്ത്രക്കായ്, അപ്പോൾ നേന്ത്രപ്പഴം. ഉള്ളിൽ എന്ന് പറയുമ്പോൾ ചുവന്ന ഉള്ളിയാണ് ഉള്ളിൽ എന്ന് പറയുന്നത്. ചോക്ലേറ്റ്, അപ്പോൾ ഈ 4 ഇതിലും അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ്. തക്കാളി, നേന്ത്രൻ, ചുവന്ന ഉള്ളി, ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ്. അടുത്തതായി പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്, അതുപോലെ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നതും ടാർട്ടാറിക് ആസിഡാണ്. പുളിയിലും മുന്തിരിയിലും അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ്. അത് രണ്ടിൻ്റെയും രുചി ഒരേ തരത്തിലാണ്, നല്ല പുളിപ്പാണ്. അപ്പോൾ പുളി നമ്മൾ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറുത്ത ഒരു ടാറ് പോലെയുള്ള കളറാണ്. അതുപോലെ മുന്തിരിയും കറുത്ത കളറുകളാണ് കാണപ്പെടുന്നത് കൂടുതലായിട്ടും. അപ്പോൾ രണ്ടും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. പുളിയും മുന്തിരിയും ടാർട്ടാറിക് ആസിഡ്. പുളി രണ്ടിൻ്റെയും രുചി ഒരേപോലെയാണ്, പുളിപ്പ രുചിയാണ്. അപ്പോൾ രണ്ടും സിമ്പിളായിട്ട് പഠിക്കാം. പുളിയും മുന്തിരിയും ടാർട്ടാറിക് ആസിഡ്. ഇത് കോഡായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ടാറിൽ പുളിച്ച മുന്തിരി. അപ്പോൾ ടാർട്ടാറിക് ആസിഡ്, പുളി, മുന്തിരി. ടാറിൽ പുളിച്ച മുന്തിരി എന്ന് കോഡായിട്ട് വേണമെങ്കിൽ പഠിക്കാം. അടുത്തത് മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡാണ്. ആപ്പിൾ കൂടുതലും മലപ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് പഠിക്കാവുന്നതാണ്. ആപ്പിൾ മാലിക് ആസിഡ് എന്ന് ഷോർട്ടായി പഠിക്കാം. അതുപോലെ അല്ലെങ്കിൽ ആപ്പിൾ രാജാക്കന്മാരുടെ മാളിക മുറിയിലൊക്കെ കാണപ്പെടുന്ന ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് പഠിക്കാം. ആപ്പിൾ മാലിക് ആസിഡ് എന്ന്, മാളിക മുറിയിൽ കാണപ്പെടുന്ന മാലിക് ആസിഡ് എന്ന് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ടായിട്ട് ആപ്പിൾ മാലിക് എന്ന് പഠിക്കാം. ആപ്പിൾ മാലിക് എന്ന് ഷോർട്ടായി പഠിക്കാം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ്, അപ്പോൾ ആപ്പിൾ മാലിക്. അടുത്തത് എണ്ണയിൽ അടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡ്. എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡ്. അതുപോലെ കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡാണ്. എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ ടൈറ്റ് ആകുമ്പോൾ അത് ലൂസാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എണ്ണ. അപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നു. അതുപോലെ എണ്ണ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ ടൈറ്റായി കഴിഞ്ഞാൽ ഗ്രീസ് പറഞ്ഞ സാധനം. അതൊരു കൊഴുപ്പ് പോലെ, നമ്മൾ ഈ നെയ്പ്പ് പോലെയുള്ള സാധനമാണ്. അപ്പോൾ എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡ്. അങ്ങനെ നമുക്ക് ഷോർട്ടായി പഠിക്കാവുന്നതാണ്. എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡ്. ഈ സ്റ്റിയറിങ്ങിൻ്റെ എല്ലാം ലൂബ്രിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എണ്ണ, കൊഴുപ്പ്. ആ രീതിക്ക് പഠിക്കാവുന്നതാണ്. സ്റ്റിയറിങ്ങിൽ നല്ല കൊഴുകൊഴുത്ത എണ്ണ എന്ന് നമുക്ക് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റിയറിക് ആസിഡ്, എണ്ണ, കൊഴുപ്പ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡാണ്. അടുത്തത് പാം ഓയിലിൽ അടങ്ങിയിരിക്കുന്നത് പാൽമാറ്റിക് ആസിഡാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണയൊക്കെ പാം ഓയിലൊക്കെ തിളപ്പിക്കാൻ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു പാല് പോലെ അങ്ങനെ ഒരു കളറിൽ വരും തിളയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്കത് പഠിക്കാം. പാം ഓയിൽ പാൽമാറ്റിക് ആസിഡ്. അപ്പോൾ എണ്ണയുടെ വേറൊരു രൂപമാണ് പാം ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എണ്ണയിൽ സ്റ്റിയറിക് ആസിഡ് ആണെങ്കിൽ പാം ഓയിലിൽ പാൽമാറ്റിക് ആസിഡ്, പാൽ കളറിൽ കാണുന്ന പാം ഓയിൽ പാൽമാറ്റിക് ആസിഡ് എന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പാൽമാറ്റിക് ഓയിൽ എന്ന് പഠിക്കാം. പാൽമാറ്റിക് ആസിഡ് ഓയിലിൽ, അതായത് പാം ഓയിലുകളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് പാൽമാറ്റിക് ആസിഡാണെന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. പാൽമാറ്റിക് ഓയിൽ. അടുത്തത് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ്. പ്രൂസ് മരച്ചീനി എന്ന് നമുക്ക് ഷോർട്ടായി പഠിക്കാം. അടുത്തത് തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡാണ്. തേയില ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ടീ ഉണ്ടാക്കുന്നത്, ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ
തേയില ടാനിക് എന്ന് ആ രീതിയിൽ നമുക്ക് ഓർത്ത് പഠിക്കാവുന്നതാണ്. തേയില ടാനിക്, തേയില ഉപയോഗിച്ചിട്ടാണ് ടീ ആണ് ചായ ഉണ്ടാക്കുന്നത്. തേയില ഉപയോഗിച്ച് ടീ ഉണ്ടാക്കുന്നത് കൊണ്ട് തേയില ടാനിക് ആസിഡ് എന്ന് നമുക്ക് പഠിക്കാവുന്ന, സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. തേയില ടാനിക് ആസിഡ്. അതുപോലെ തേയില ടാനിക് ആണെന്ന് നമുക്ക് കോഡായി പഠിക്കാം. തേയില ടാനിക് ആണെന്ന് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ തേയിലയിൽ അടങ്ങുന്നത് ടാനിക് ആസിഡ് എന്ന്, തേയില ടാനിക് ആണ്. അടുത്തത് തേങ്ങയാണ്. തേങ്ങയിലുള്ള ആസിഡ് കാപ്രിക് ആസിഡ്. തേങ്ങയിലുള്ള ആസിഡ് കാപ്രിക് ആസിഡാണ്. അത് പഠിക്കാൻ സിമ്പിളാണ്. കാരണം തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ കൊപ്രയാവും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. തേങ്ങ കൊപ്ര, കാപ്രിക് ആസിഡ് എന്ന് പഠിക്കാവുന്നതാണ്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ്. അടുത്തത് അരിയാണ്. അരിയിൽ അടങ്ങിയിരിക്കുന്നത് ഫൈറ്റിക് ആസിഡ്. അരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫൈറ്റിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാലാണ് ഒന്ന് ഫിറ്റ് ആകുന്നത് അല്ലേ. അപ്പോൾ ഭക്ഷണം കഴിച്ച് ഫിറ്റ് ആകുന്ന പോലെ, അപ്പോൾ അത് നമുക്ക് കോഡായിട്ട് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അരി കഴിച്ചാൽ ഫിറ്റാവും, അതായത് അരി കഴിച്ചാൽ നമുക്ക് ഫിറ്റാവുന്ന രീതിയിൽ പഠിക്കാം. അപ്പോൾ അരിയിൽ ഫൈറ്റിക് ആസിഡ് എന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. കാപ്രിക് തേങ്ങ എന്ന് നമുക്ക് ഷോർട്ടായി പഠിക്കാം. അതുപോലെ അരി തിന്ന് ഫൈറ്റ് ചെയ്യുമെന്നും ഷോർട്ടായി പഠിക്കാവുന്നതാണ്. കാപ്രിക് തേങ്ങ എന്നും അരി തിന്ന് ഫൈറ്റ് ചെയ്യുമെന്നും നമുക്ക് ഷോർട്ടായി പഠിക്കാം. അടുത്തത് ഉറുമ്പ്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ഉറുമ്പ് കടിയേറ്റാൽ നമ്മൾ അനുഭവപ്പെടുന്ന വേദന അത് ഫോമിക് ആസിഡ് കൊണ്ടാണ്. ഇനി കടന്നൽ കുത്തുമ്പോഴും നമുക്ക് വേദന അനുഭവപ്പെടുന്നു, അതും ഫോമിക് ആസിഡാണ്. അതുപോലെ തേനീച്ച, കടന്നലിൻ്റെ ഒരു വിഭവമാണ് തേനീച്ച കുത്തുമ്പോഴും നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്, അത് ഫോമിക് ആസിഡ് കാരണമാണ്. അപ്പോൾ ഉറുമ്പിലും കടന്നലിലും തേനീച്ചയിലും അടങ്ങിയിരിക്കുന്നത് ഫോമിക് ആസിഡാണ്. ഇത് നമുക്ക് ഷോർട്ടായി പഠിക്കാനായിട്ട്, ഉറുമ്പ് പോലത്തെ കടന്നൽ കുത്തിയപ്പോൾ തേനീച്ച കുത്തിയ ഫോമായി. ഉറുമ്പ് പോലത്തെ കടന്നൽ കുത്തിയപ്പോൾ തേനീച്ച കുത്തിയ ഫോമായി. അപ്പോൾ ഉറുമ്പ്, കടന്നൽ, തേനീച്ച, ഫോമിക് ആസിഡ്. ഉറുമ്പും കടന്നലും തേനീച്ചയും ഫോമിക് ആസിഡാണ്. ഉറുമ്പ് പോലത്തെ കടന്നൽ കുത്തിയപ്പോൾ തേനീച്ച കുത്തിയ ഫോമായി എന്ന് കോഡായി പഠിക്കാം. ഉറുമ്പ്, കടന്നൽ, തേനീച്ച എന്നിവയെല്ലാം ഫോമിക് ആസിഡാണ് നമ്മൾ പഠിച്ചത്. ഇനി തേനീച്ചയുടെ ഒരു മെഴുകുണ്ട്. തേനീച്ച ഈ തേനെടുക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകം പോലുള്ള സാധനമാണ് തേനീച്ചയുടെ മെഴുക്. അതിൻ്റെ ആസിഡ് വന്നിട്ട് സെറോട്ടിക് ആസിഡാണ്. തേനീച്ചയുടെ മെഴുകിലിരിക്കുന്ന ആസിഡാണ് സെറോട്ടിക് ആസിഡ് എന്ന് പറയും. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ് സെറോട്ടിക് ആസിഡ്. ഇത് പഠിക്കാനായിട്ട് തേനീച്ച കുത്തിയാൽ സെറോട്ടിക് മെഴുക് പുരട്ടുക എന്ന് നമുക്ക് കോഡാവധി പഠിക്കാവുന്നതാണ്. തേനീച്ച കുത്തിയാൽ സെറോട്ടിക് മെഴുക് പുരട്ടുക എന്ന്. അപ്പോൾ തേനീച്ചയുടെ മെഴുക് സെറോട്ടിക് എന്ന് നമുക്ക് പഠിക്കാം, സെറോട്ടിക് ആസിഡ്. ഇനി അടുത്തത് സോഡാജലം. സോഡയിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡാണ്. അത് നമുക്ക് എങ്ങനെ പഠിക്കാം? സോഡ പൊട്ടിക്കുമ്പോൾ നമ്മളൊരു ഗ്യാസ് പോലെ വരുന്നില്ലേ, അപ്പോൾ ഒരു കാർബൺ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ സോഡ ജലത്തിൽ അടങ്ങിയിരുന്നത് കാർബോണിക് ആസിഡാണ്. സോഡ പൊട്ടിക്കുമ്പോൾ കാർബൺ പുറത്ത് പോകുന്നു, അത് ഗ്യാസ് പുറത്ത് പോകുന്നു. അപ്പോൾ നമുക്ക് സോഡ ജലത്തിൽ കാർബോണിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് പഠിക്കാവുന്നതാണ്. കാർബോണിക് സോഡ എന്ന് നമുക്ക് കോഡായി പഠിക്കാം. കാർബോണിക് സോഡ എന്ന്. അപ്പോൾ സോഡയിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡാണ്. അടുത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫറിക് ആസിഡാണ്. നമ്മൾ സോഡ ജലത്തിലാണെങ്കിൽ കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞു, ഇതിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിലാണെങ്കിൽ ഫോസ്ഫറിക് ആസിഡാണ്. അപ്പോൾ സോഡ പൊട്ടിക്കുമ്പോൾ നമ്മൾ കാർബൺ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആകുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സും പൊട്ടിക്കുമ്പോൾ ഗ്യാസ് പുറത്ത് പോകുമല്ലോ, അപ്പോൾ അതും പുറത്ത് പോകുന്നത് ഫോസ്ഫറിക്കാണ്. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയതുകൊണ്ട് ഫോസ്ഫോറിക്, അതായത് ഇത്തിരി സോഫ്റ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോസ്ഫറിക് എന്ന് പഠിക്കാം. സോഫ്റ്റ് ഫോസ്ഫറിക്, അങ്ങനെ നമുക്ക് കോഡായി പഠിക്കാം. സോഫ്റ്റ് ഫോസ്ഫറിക് എന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഫോസ്ഫോറിക് ആസിഡ്, സോഡയാണെങ്കിൽ കാർബോണിക് ആസിഡ്, അത് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഫോസ്ഫോറിക് ആസിഡ് എന്ന് നമ്മൾ പഠിക്കാവുന്നതാണ്. അടുത്തത് നാരങ്ങയിലും സിട്രിക് ആസിഡാണ്, ഓറഞ്ചിലും സിട്രിക് ആസിഡാണ്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ സിട്രിക് ആസിഡാണ്. ഇത് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. സിട്രിക്കുള്ള ഓറഞ്ച് നാരങ്ങ, സിട്രിക്കുള്ള ഓറഞ്ച് നാരങ്ങ ഇങ്ങനെ പഠിക്കാം. സിട്രിക്കുള്ള ഓറഞ്ച് നാരങ്ങ. അപ്പോൾ സിട്രിക് ആസിഡാണ് ഓറഞ്ച് നാരങ്ങ. ഓക്കെ, ഓറഞ്ചിലും നാരങ്ങയിലും അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. അടുത്തത് നെല്ലിക്കയാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ്. നമ്മൾ നെല്ലിക്ക അടിക്കുമ്പോൾ അത് പറയില്ലേ, അപ്പോൾ ഒരു പുളിപ്പ് വരുന്ന ആ ഒരു രീതിക്കാവില്ലേ, ആ രീതിയിൽ നമുക്ക് പഠിക്കാവുന്ന നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ് എന്ന് പഠിക്കാവുന്നതാണ്. നെല്ലിക്ക അസ്കോ ഷോർട്ടായി പഠിക്കാവുന്നതാണ്. നെല്ലിക്ക അസ്കോ എന്ന് നമുക്ക് ഷോർട്ടായി പഠിക്കാം. തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്. അടുത്തത് തൈരാണ്. തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ നമ്മൾ പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ലാക്റ്റിക് ആസിഡാണ്. പാലും കൊണ്ടാണ് തൈരുണ്ടാക്കുന്നത്. തൈരിൽ അടങ്ങിയിരിക്കുന്നതും ലാക്റ്റിക് ആസിഡാണ്. പാല്, തൈര് അങ്ങനെയുള്ള എല്ലാറ്റിലും വരുന്നത്, പാലുമായി ബന്ധപ്പെട്ടതിൽ മിക്കതും വരുന്നത് ലാക്റ്റിക് ആസിഡാണ്.
അപ്പോൾ തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ് എന്ന് നമുക്ക് പഠിക്കാം. ലാക്റ്റിക് തൈര് എന്ന് ഷോർട്ടായി പഠിക്കാം. ലാക്റ്റിക് തൈര് എന്ന് നമുക്ക് കോഡിലൂടെയും പഠിക്കാവുന്നതാണ്. അടുത്തത് വെറ്റിലയാണ്. വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാറ്റാച്ചോണിക് ആസിഡാണ്. വെറ്റിലയിൽ അടങ്ങിയ ആസിഡ് കാറ്റാച്ചോണിക്. നമ്മൾ വെറ്റില പച്ചക്ക് കഴിക്കുന്ന സമയത്ത് നാക്കിലൊരു തരൊരു ചുളുചുളു കുത്തലുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാറ്റാച്ചോണിക് ആസിഡ് എന്ന് വെറ്റില പച്ചക്ക് കഴിക്കുന്ന സമയത്ത് നാക്കിലൊരു ചുളുചുളു കുത്തലുണ്ടാവും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ വെറ്റിലയിൽ കാറ്റാച്ചോണിക് ആസിഡ്, വെറ്റില കാറ്റോണിക് എന്ന് നമുക്ക് ഷോർട്ടായി പഠിക്കാം. വെറ്റില കാറ്റോണിക് എന്ന് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അടുത്തത് വിനാഗിരി. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസിറ്റിക് ആസിഡാണ്. വിനാഗിരി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാവും. അപ്പം വിനാഗിരി കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നമുക്ക് അസിഡിറ്റി ഉണ്ടാവും. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. വിനാഗിരി അസിറ്റിക് ആസിഡ് എന്ന് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. വിനാഗിരി കഴിച്ചാൽ അസിഡിറ്റി ഉണ്ടാവും. അപ്പോൾ വിനാഗിരി അസിറ്റിക് ആസിഡ്. അസിറ്റിക് വിനാഗിരി എന്ന് ഷോർട്ടായി പഠിക്കാവുന്നതാണ്. അസിറ്റിക് വിനാഗിരി എന്ന് നമുക്ക് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അടുത്തതായി ആസ്പിരിൻ. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റൈൻ സാലിസിലിക് ആസിഡ്. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റൈൻ സാലിസിലിക് ആസിഡ്. ആസ്പിരിൻ അസ്റ്റൈൻ സിൽക്ക്. ആസ്പിരിൻ അസ്റ്റൈൻ സിൽക്ക് എന്ന് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റൈൻ സാലിസിലിക് ആസിഡ്. അപ്പോൾ ആസ്പിരിൻ അസ്റ്റൈൻ സിൽക്ക് എന്ന് നമുക്ക് ഷോർട്ടായി പഠിക്കാം. അടുത്തത് മാംസം. മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അമിനോ ആസിഡാണ്. മാംസം അതിയായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം വണ്ണം വയ്ക്കും അല്ലേ, തടി വയ്ക്കും. അപ്പോൾ ഒരുപാട് കൊഴുപ്പ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ട് മാംസം കഴിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് വണ്ണം വയ്ക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. മാംസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കും എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡാണ്. അമിതമായിട്ട്, അത് അമിതമായിട്ട് എന്നുള്ള രീതിയിൽ മാംസം കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് വണ്ണം വയ്ക്കും. അപ്പോൾ അമിനോ ആസിഡാണ് മാംസത്തിൽ അടങ്ങിയിരിക്കുന്നുള്ളത്. മാംസം കഴിക്കേണ്ടതെന്ന് ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് പറയുന്നില്ലേ, ആ രീതിക്ക് പഠിക്കാം. നോ മാംസം എന്ന് നമുക്ക് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അടുത്തത് മൂത്രം. യൂറിക് ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് യൂറിക് ആസിഡാണ്. മൂത്രം എന്നുള്ള ഇംഗ്ലീഷിൽ പേര് നമുക്ക് യൂറിനാണ്. അപ്പോൾ മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് യൂറിക് ആസിഡ്. അത് നമുക്ക് ഒരിക്കലും തെറ്റാത്ത ഒരു കാര്യമാണ്. മൂത്രത്തിൽ യൂറിക് ആസിഡ് എന്ന് പഠിക്കാവുന്നതാണ്. അടുത്തത് മണ്ണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫ്യൂമിക് ആസിഡാണ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫ്യൂമിക് ആസിഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ നമുക്കിതിൽ കോഡായിട്ട് പഠിക്കാവുന്നത് ഫ്യൂ മണ്ണ് എന്ന് നമുക്ക് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഫ്യൂമിക് ആസിഡ് മണ്ണിൽ അടങ്ങിയിരിക്കുന്നത് ഫ്യൂ മണ്ണ് എന്ന് കോഡായി പഠിക്കാം. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.